ma'am. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയമൊക്കെ വൈകി, മിനിറ്റ് വൈകി, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സിലെ എവിടെ വരെ എടുത്തോന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സറീന പിന്നെ പ്രൊനൗൺസ് എന്തെന്ന് അറിയില്ല. സറീന ഉണ്ടോ അവിടെ? എവിടെ വരെ നമ്മൾ എടുത്തു? വല്ല ഓർമ്മയുണ്ടോ? എവിടെയാ? റിലീസ് ഓഫ് ഇൻഫർമേഷൻ വരെയാണ്. റിലീസ് ഓഫ് ഇൻഫർമേഷൻ വരെയാണ് എടുത്തതെന്നാണ് സരീന പറയുന്നത്. കറക്റ്റ് ആണോ വിദ്യ? ഒരു പോയിന്റ് എടുത്തോളൂ മാം. റിലീസ് ഓഫ് ഇൻഫർമേഷനിൽ ഒരു പോയിന്റ് എടുത്തോളൂ. കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ അതല്ലേ? റിലീസ് ഓഫ് ഇൻഫർമേഷനിൽ ഫസ്റ്റിലത്തെ ഒരു പോയിന്റ് ആണ് എടുത്തത്. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഐ തിങ്ക് സോ. അങ്ങനെയല്ലേ? നോക്കിയേ. അതെ, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ വരെയാ 4 പോയിന്റ്. അത് കംപ്ലീറ്റ് ചെയ്തു. അവിടെ വരെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വരെ എത്തിയോ? വായിച്ചൊക്കെ എത്തിയോ അവിടെ വരെ? ടീച്ചറെ കുഴപ്പമില്ലല്ലോ വായിച്ചിട്ട്? ഉണ്ടോ? വായിക്കുക, പഠിക്കുക. ഓക്കെ. അപ്പൊ നമ്മള് അഡ്മിഷന്റെ സമയത്ത് ചില കാര്യങ്ങളൊക്കെ വേണം. അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കാര്യങ്ങൾ കണ്ടു. ഓരോ കേസസിലും എന്താണ് പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നതെന്നാണ് ഓരോ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുക, അങ്ങനെ ഓരോന്നിലും അഡ്മിഷന്റെ സമയത്ത്, പിന്നെ അഡ്മിഷനും ഡിസ്ചാർജ് ഒക്കെ സമയത്ത് ഉണ്ടാകേണ്ട റെക്കോർഡുകളെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകളിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ കണ്ടന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകളായിട്ട് വരേണ്ടത്, അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. നോക്കുക, നമുക്കറിയാം ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പേഷ്യൻസ് can be released to any organization with only the consent of the patient. തീർച്ചയായിട്ടും ഇപ്പൊ ഞാനൊരു പേഷ്യന്റ്, ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. ആ ഹോസ്പിറ്റൽസിലെ എന്റെ ഡയഗ്നോസിസ്, എന്നെ പരിശോധിച്ചത്, ഫിസിക്കൽ എക്സാമിനേഷൻ, എന്നെ എന്തൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തു, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് they will record it. അവരതൊക്കെ റെക്കോർഡ് ചെയ്ത് അവരൊരു ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ കളക്ട് ചെയ്ത് റെക്കോർഡുകളൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കും. ആൻഡ് എനിക്ക് എന്തെങ്കിലും ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് ഐ ഹാവ് ടു സബ്മിറ്റ് എനിവർ, ഈ പറയുന്ന റെക്കോർഡ്സ് എവിടെയെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, വിത്ത് മൈ കൺസെന്റ് ഓൺലി, അതായത് എന്റെ ഒരു സമ്മതപ്രകാരം മാത്രമാണ് ആ റെക്കോർഡുകൾ ആർക്കെങ്കിലും അതിന്റെ കോപ്പീസ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് എവിടേക്ക് ഹോസ്പിറ്റൽസിന് അധികാരമുള്ളൂ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് സ്പെസിഫിക്കലി named organizations the copies of the patient's medical record. പേഷ്യന്റുകളുടെ മെഡിക്കൽ റെക്കോർഡുകളുടെ കോപ്പീസ് പറഞ്ഞിരിക്കുന്ന, അവർ സൂചിപ്പിച്ചിരിക്കുന്ന, അതായത് ഞാൻ പറയുന്ന, ഇപ്പൊ ഉദാഹരണം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ജോലി കിട്ടി. ആ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ആ ജോലിക്ക് കയറാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഹെൽത്ത് പ്രോപ്പർ ആണോ, ഹെൽത്തി ആണോ, ഹെൽത്തി ആണോ, അല്ലെങ്കിൽ ഫിറ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ഒരു ജോലിക്ക് എന്റെ ഹെൽത്ത് ഫിറ്റ് ആണോ എന്നറിയണം. അപ്പൊ അതെങ്ങനെയാ? ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞാൽ സർട്ടിഫൈ ചെയ്താൽ കാര്യമില്ലല്ലോ, അല്ലെ? നമ്മുടെ രോഗത്തെ കുറിച്ച്, നമ്മുടെ ഇന്റേണൽ
ഉള്ള രോഗങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഡോക്ടർ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ടേക്കാം. നമ്മൾ ഹെൽത്തി ആണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ചില സർട്ടിഫിക്കറ്റ്സ്. അപ്പൊ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് ആ കാര്യം സൂചിപ്പിക്കും. അപ്പൊ ആർക്കാണ് ആ ഒരു റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ പറയുന്നത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലെങ്കിൽ ഇന്ന ഓർഗനൈസേഷനിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. സോ അവർക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ ഹെൽത്തിനെ സംബന്ധിക്കുന്നത് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ പ്ലീസ് അതൊന്ന് നമുക്ക് തരുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യാം? അവരത് നെയിം ചെയ്ത് ആ ഓർഗനൈസേഷന്റെ പേരൊക്കെ ഇട്ട് പിന്നെ അവരുടെ ഹെൽത്ത് ഇങ്ങനെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നോ അല്ലെങ്കിൽ ഹിസ് ഹെൽത്ത് ഓർ ഹെർ ഹെൽത്ത് ഇസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്, ആ ജോലിക്ക് ഈ പറയുന്ന ആളുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലെന്നോ എന്ത് വേണമെങ്കിലും ആകാം. അത് മെഡിക്കൽ റിപ്പോർട്ട്, അത് ഇറ്റ് ഈസ് വെസ്റ്റഡ് അപ്പോൺ ദ ഫിസിഷ്യൻ, നോക്കുന്ന ആളുടെ ഒരു കാര്യത്തിൽ പെടും. അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കാം. അതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺസെന്റ് റിലീസ് ചെയ്യാൻ, അതായത് എന്റെ ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു സമ്മതം പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. പേഷ്യന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അവരോട് എപ്പോഴും ഒപ്പം നിൽക്കുന്നവരുമായിട്ടോ എന്ത് ചെയ്യാൻ സമ്മതിച്ച് വാങ്ങിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഏത് ഓർഗനൈസേഷനോ ഏതെങ്കിലും ആളോ ഇന്ന ആളുടെ റെക്കോർഡ് ഞങ്ങൾക്ക് വേണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനുള്ള അനുവാദം ഹോസ്പിറ്റൽസിനില്ല എന്നാണ്. ഇനി അത് എവിടെയാണ് ആ കൺസെന്റ്, ആ ഒരു സമ്മതം വാങ്ങിക്കേണ്ടത് എവിടെയാ? ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. ഡിസ്ചാർജ് ഫോം അഡ്മിഷൻ ഫോം ഒന്ന് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. അതായത് രണ്ടിനും ഒരു ഫോം ആയിരിക്കും. അഡ്മിഷൻ സമയത്താണെങ്കിൽ അഡ്മിഷൻ അവിടെ നിലനിർത്തിയിട്ട് ഡിസ്ചാർജ് വെട്ടിക്കളയും. അപ്പൊ ഡിസ്ചാർജിന്റെ സമയത്താണെങ്കിൽ അഡ്മിഷൻ അവിടെ നിന്ന് വെട്ടിയിട്ട് ഡിസ്ചാർജ് അവിടെ നിലനിർത്തും. അപ്പൊ ആ ഫോമിന്റെ ബാക്ക് സൈഡിലായിരിക്കും ഈ കൺസെന്റ് എന്ത് ചെയ്യേണ്ടത്? ഇന്ന ആളുടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൺസെന്റ് പ്രകാരമാണ് ദിസ് മെഡിക്കൽ റെക്കോർഡ് ഈസ് അതിന്റെ ഒരു കോപ്പി നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്നുള്ളത് സമ്മതമൊക്കെ എഴുതി വാങ്ങിച്ച് ഒപ്പിടിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് കണ്ടന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൈൽ പ്രൊവൈഡിങ് ദിസ് കൺസെന്റ്, ഈ കൺസെന്റ് കൊടുക്കുമ്പോൾ, സമ്മതം കൊടുക്കുമ്പോൾ പേഷ്യന്റ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ പേഷ്യന്റിന്റെ സൈൻ ചെയ്തിരിക്കണം. ആ സിഗ്നേച്ചർ permits the hospital to release the medical records to that particular organization with the cause of their daily അല്ലെങ്കിൽ എന്താ പറയുക current episode of their care. അവരുടെ ആ പറയുന്ന സമയത്തുള്ള അവരുടെ ആ കെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സിറ്റുവേഷൻസ് ഒക്കെ രേഖപ്പെടുത്തി അത്തരം കോപ്പീസ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകൾ റിലീസ് ചെയ്യാൻ ആ സാഹചര്യത്തിൽ ഹോസ്പിറ്റൽസിന് അനുവാദമുണ്ട്. അപ്പൊ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടത് അതിന്റെ പുറകില് സമ്മതവും എഴുതി വാങ്ങിക്കണം, അതിന്റെ പേഷ്യന്റിന്റെ സിഗ്നേച്ചറും ഉറപ്പായിട്ടും വേണം. അതാണ് റിലീസ് ഓഫ് കൺസെന്റ് ഓഫ് ഇൻഫർമേഷൻ കേട്ടാ. കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ക്ലിയർ ആയോ? എന്താണ് അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ പെട്ടെന്ന് പറയണം. ക്ലിയർ ആയോ? പറയുന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് സ്പെഷ്യൽ കൺസെന്റ്സ് ആണ്. ഇനി ചില പ്രത്യേക സമ്മതം കൂടി വാങ്ങിക്കാറുണ്ട്. അതായത് നമ്മളുടെ റുട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ട് ചില സമ്മതമൊന്നും ഡോക്ടേഴ്സ് ചോദിക്കാറില്ല. ഇപ്പൊ എനിക്കൊരു സാധാരണ വരുന്ന ഒരു പനി, ചുമ, തലവേദനയൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുന്നു. അപ്പോഴത്തെ ഡോക്ടർ പറയണത് പനി ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണ്ട, സമ്മതപത്രം ഇനി വേഗം തന്നെ ഒപ്പിട്ട് തന്നേ ചോദിക്കില്ല. നമുക്കറിയാലോ, അതൊരു കോമൺ, അതായത് റുട്ടീൻ ഒരു ചെക്കപ്പ് ആണ് പനി നോക്കുന്നത്. അതുപോലെ ബി പി ആ സാധനം കൊണ്ടുവന്നിട്ട് ബി പി ഒക്കെ നോക്കും. അതിനൊന്നും പേഷ്യന്റിന്റെ കൺസെന്റ് ഈസ് നോട്ട് അവൈലബിൾ, ആവശ്യമില്ലാത്ത കാര്യമാണ് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ ഫിസിഷ്യൻസ് അവരെ ഓൺ റിസ്കിൽ അവർ എന്ത് ചെയ്യുന്നു പേഷ്യന്റിന്റെ ബ്ലഡ് എന്താ പറയാ ചിലപ്പോ ഇങ്ങനെ നോക്കിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് നോക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റേതെങ്കിലും ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ബ്ലഡ് എടുക്കണം. അപ്പൊ കൺസെന്റ് പത്രം ഒന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില നോൺ റുട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഓർ തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സിൽ എന്ത് വേണം? സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമുണ്ട് പേഷ്യന്റിന്റെ. ഇപ്പൊ ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സർജറി, ആ സർജറിക്ക് അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യണം. സോ അനസ്തീഷ്യ കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് രോഗിക്കോ രോഗിയുടെ മറ്റ് ഹെൽത്ത് പ്രോബ്ലംസിനോ ഒന്നും ബാധകമാകുന്നില്ല എന്ന് ഉള്ള ഉറപ്പ് അവരുടെ ഇത് വാങ്ങിക്കണം. നിങ്ങൾക്ക് സമ്മതമാണോ? ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതിന്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഡോക്ടേഴ്സ് ഇവരോട് പറഞ്ഞിരിക്കും തീർച്ചയായിട്ടും അല്ലെ. ഈ അനസ്തീഷ്യ കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളും പലതും പറയാറുണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞത് മാത്രമാണ് അനസ്തേഷ്യയുടെ കാര്യം. ഇപ്പൊ ഉദാഹരണം നമ്മുടെ സിസേറിയൻ പ്രൊസീജിയേഴ്സ് നടക്കുന്ന സമയത്ത്, സെക്ഷൻ നടക്കുന്ന സമയത്ത് കൺസെന്റ് ചോദിക്കും അല്ലെ. ഇത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, കുട്ടിക്ക് അമ്മയ്ക്കും എത്രയും പെട്ടെന്ന് അവരെ രണ്ടാക്കേണ്ടത് നിർബന്ധമാണ്, അല്ലെങ്കിൽ സംതിങ് ഹാപ്പൻ എന്ന് ഉള്ള ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയണം പെട്ടെന്ന് നമുക്ക്
സർജറി ചെയ്യണം, സെക്ഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ഹസ്ബൻഡിന്റെ ഒക്കെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്റെ പെട്ടെന്ന് തന്നെ സമ്മതം എന്ത് ചെയ്യും, എഴുതി വാങ്ങിക്കും. അപ്പൊ അതൊക്കെ നോൺ റുട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസിസ് പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കൺസെന്റ് തീർച്ചയായിട്ടും അത്തരം പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി എ റിട്ടൺ പ്രൂഫ്. തീർച്ചയായിട്ടും കൊണ്ടല്ല സമ്മതാണോ സമ്മതാണ് എന്ന് വിളിച്ചു പറയലല്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി എ റിട്ടൺ പ്രൂഫ്. തീർച്ചയായിട്ടും അതൊരു എഴുതി ഒപ്പുവെച്ച ഒരു എന്തായിരിക്കണം, റിട്ടൺ പ്രൂഫ് തന്നെയായിരിക്കണം. ഇൻ വിച്ച് ദ പേഷ്യന്റ് എഗ്രീസ്. അതിനകത്ത് അവിടെ പേഷ്യന്റ് തന്റെ സമ്മതം അറിയിക്കുകയാണ് എന്ത്, ടു പ്രൊസീഡ് വിത്ത് ദ പ്രൊസീജിയേഴ്സ് ഓർ വിത്ത് ദ ട്രീറ്റ്മെന്റ്. ആ ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകട്ടെ, പ്രൊസീഡ് ചെയ്തോട്ടെ എന്നുള്ള സമ്മതമാണ് അവിടെ പേഷ്യന്റ് ആ ഒരു ഒപ്പിലൂടെ അല്ലെങ്കിൽ ആ ഒരു കൺസെന്റിലൂടെ അറിയിക്കുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? റിട്ടൺ കൺസെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ എഗ്രിമെന്റ് ആണ്. ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ പ്രൊസീജിയേഴ്സ് ഓർ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ അവൾക്ക് അവന് സമ്മതമാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ അറിയിക്കുക. ആൻഡ് ഓൺലി ആഫ്റ്റർ ദാറ്റ് കൺസെന്റ്, ആ ഒരു സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ, അത് ലീഗലി ലോഫുള്ളി പറഞ്ഞിരിക്കുന്ന ആരാണ്, മെഡിക്കൽ സ്റ്റാഫ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ലോഫുള്ളി നിയമപരമായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു കൺസെന്റ് തീർച്ചയായിട്ടും വാങ്ങിക്കണം. നിയമത്തിലുള്ളതാ, അല്ലാണ്ട് ഇത് ഡോക്ടറുടെ രീതിക്ക് പറയുന്നതല്ല. ഹോസ്പിറ്റൽസിന്റെ ട്രീറ്റ്മെന്റുകളുടെ ഒക്കെ എന്താ പറയാ, മെഡിക്കൽ ഇതിന്റെ എത്തിക് അനുസരിച്ച് ഇങ്ങനെയുള്ള കൺസെന്റുകൾ സ്പെഷ്യൽ കൺസെന്റുകൾ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം ദ പേഷ്യന്റ്. പേഷ്യന്റ് ഇത് വാങ്ങിക്കണം. എന്തെങ്കിലും സർജിക്കൽ ഓപ്പറേഷൻസ് നടത്താനായിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരം സർജറി നടത്താൻ വെദർ യു ആർ വില്ലിംഗ് ഓർ നോട്ട്, നിങ്ങൾക്ക് അത് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ സമ്മതപത്രം തരണം. അല്ലാതെ ഞങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം ചെയ്തിട്ട് ഇഫ് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ അതിനെല്ലാം കൂടി ചെന്നിട്ട് എന്ത് ചെയ്യും, ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽസിന്റെയും മേത്തേക്ക് അത് ക്രിറ്റിസിസവുമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോഫുള്ളി അത് നിയമപരമായിട്ടുള്ള രീതിയിലാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ കൺസെന്റ് തീർച്ചയായിട്ടും വായിക്കണം. then only they can execute the operations or surgical treatment. അതുപോലുള്ള ഓപ്പറേഷൻസോ സർജറീസോ ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് പേഷ്യന്റിൽ നിന്നാകാം ചിലപ്പോൾ സമ്മതം വാങ്ങിക്കാം, അല്ലെങ്കിൽ ആളുടെ നിയമപരമായിട്ട് ഏറ്റവും അടുത്ത റെപ്രസെന്റേറ്റീവ് ആരാണോ അവരെ കൊണ്ടായിരിക്കാം. പക്ഷേ ദീസ് കൺസെന്റ് ഈസ് നോട്ട് നെസസറി ഇൻ കേസ് ഓഫ് എമർജൻസീസ്. എന്നാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അത്തരം ഒരു കൺസെന്റിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ തയ്യാറാക്കി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവിടെ ആ കൺസെന്റിനേക്കാൾ ഉപരി ആ പേഷ്യന്റിന്റെ ലൈഫാണ്. വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ആ സമയത്ത് ആളെ തിരിച്ചു കിട്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്ത കാര്യം അവിടുത്തെ സമ്മതം മേടിച്ച് ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി ആളെ ചികിത്സിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതിൽ നമുക്ക് ചിലപ്പോ അല്ലെ, ആഫ്റ്റർ ഓൾ എല്ലാം ദൈവത്തിൽ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു നിമിഷത്തിൽ നമുക്ക് ആൾക്ക് കൊടുക്കേണ്ടത് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് എങ്കിൽ അത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ കൺസെന്റ് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നില്ല. അതർവൈസ് they have to take the consent from the patient or his or her legal representatives. അല്ലെ, അങ്ങനെയാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. അത് ബൈ ലോ ആണ് കേട്ടോ, നിയമപരമായിട്ടുള്ളതാ, നിയമത്തിലുള്ളതാ. അല്ല നമ്മൾ പേഷ്യന്റിന്റെ കൺസെന്റ് ഒന്നും വാങ്ങിച്ചില്ല. എന്താണ്, പേഷ്യന്റിന് ഒരു സർജറി ആവശ്യമുണ്ട്, ആ സർജറിക്ക് വെദർ ആ ആളുടെ ബോഡി, ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് കേപ്പബിൾ ആണോ അല്ലയോ എന്നത് നോക്കാതെയും പറയാതെയും അന്വേഷിക്കാതെയും ആരെങ്കിലും ആയിട്ടൊക്കെ കൺസൾട്ട് ചെയ്യാതെയും അല്ലെങ്കിൽ ആരോടെങ്കിലും ഇന്റിമേറ്റ് ചെയ്യാതെ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഡോക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം അങ്ങനെ ഒരു കൃത്യം ചെയ്തു. ആൻഡ് ആഫ്റ്റർവേർഡ്സ് സംതിങ് ഹാപ്പൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും കൂട്ടുന്നില്ല. ബിക്കോസ് ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് അതൊരു എന്താണ് പിഴവ് തന്നെയാണ്. ബിക്കോസ് ബൈ ലോ എന്താണ് പറയുന്നത്, ഡോക്ടർ ഈ പറയുന്ന ആളുടെ സമ്മതം വാങ്ങിക്കണമായിരുന്നു, ഐദർ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന്. അതാണ് സ്പെഷ്യൽ കൺസെന്റിനെ കുറിച്ച് പറയുന്നത്. സ്പെഷ്യൽ കൺസെന്റ് ഏതൊക്കെ സാഹചര്യത്തിലാണ് വേണ്ടത്? നോൺ റുട്ടീൻ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റിലാണ് സ്പെഷ്യൽ കൺസെന്റ് വേണ്ടത്. ആ സ്പെഷ്യൽ കൺസെന്റ് ഷുഡ് ബി ഇൻ റിട്ടൺ ഫോം, റിട്ടൺ പ്രൂഫ് ഇൻ വിച്ച് ദ പേഷ്യന്റ് അഗ്രീസ് ടു പ്രൊസീഡ് വിത്ത് ദ പ്രൊസീജിയേഴ്സ്. ആ ഒരു പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സമ്മതമാണ് ആ റിട്ടൺ അഗ്രിമെന്റ് അല്ലെങ്കിൽ കൺസെന്റിലൂടെ പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ബൈ ലോ according to the rules and regulations, they have to take the consent from the patient and only then they can execute the procedure. ആ പ്രൊസീജിയർ മുന്നിലേക്ക് കടന്ന് പോകണമെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, അതായത് നടപ്പിലാക്കണമെങ്കിൽ കൺസെന്റ് ഓഫ് ദ പേഷ്യന്റ് ഈസ് വെരി നെസസറി എന്നുള്ളതാണ്.
അത് എക്സെപ്റ്റ് ഒരു എമർജൻസി കേസിന്റെ കാര്യം പറയുന്നത് അതൊരു എക്സെപ്ഷണൽ കേസ് മാത്രമാണ്. അതർവൈസ് എല്ലാ സിറ്റുവേഷൻസിലും കൺസെന്റ് കൂടിയേ തീരും. കിട്ടിയോ? ആ 3 പോയിന്റ് മനസ്സിലായോ? ഇനി 1-2 പ്രാവശ്യം കൂടി വായിച്ചു കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളും. നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുമ്പോ. ഓക്കെ, ഞാൻ വായിച്ചു തന്നു, പിന്നെ എന്താ പറയാ അല്ലാതെയും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ക്ലിനിക്കൽ ഡാറ്റാസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ ഡാറ്റ? എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഇൻഫോർമേഷൻസ് കളക്റ്റഡ് അല്ലെ? എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡാറ്റ എന്ന് വിളിക്കുക. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, എന്തെങ്കിലും പർപ്പസിന് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്യുക, കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് ഡാറ്റ. ഇവിടെ ക്ലിനിക്കൽ ഡാറ്റയാണ്. ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റലില് റെക്കോർഡ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പേഷ്യൻസിൽ നിന്നും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഇൻഫോർമേഷൻസ്, അതാണ് ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യൻസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളുടെ ഡാറ്റാസ് ആണ് ഹോസ്പിറ്റൽസിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡ്സിൽ വരുന്നത് എന്തൊക്കെ ഡാറ്റ? ഈ ഡാറ്റയാണ് പിന്നീട് റെക്കോർഡായി മാറുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ 7th ബാച്ചിൽ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 4 ആയിട്ട് എന്താ പറയാ ക്ലാസിഫൈ ചെയ്ത ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. അപ്പൊ ഈ 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചത് ഇത്രയും സ്ട്രെങ്ത് കൂടുതലുള്ളത് കൊണ്ടാണ്. നമ്മൾ ആദ്യമൊക്കെ വന്നപ്പോ അധികം സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ കുട്ടികളോടും അവരെ കുറിച്ചൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യത്തെ ക്ലാസ്സിലൊക്കെ എഴുതിയപ്പോ, കാരണം അവരെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് അറിയാം. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവരെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചോദിച്ചു. അപ്പൊ ഇന്ന ആളാരാണ്, ആളുടെ പേര് പറയുന്നു, ആള് എന്ത് ചെയ്യുന്നു, ഏത് ക്വാളിഫൈഡ് ആണ്, എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്, എന്താണ് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാനുള്ള കാര്യം, അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ്, എവിടെയാണ് സ്ഥലം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ആളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. സോ ഇറ്റ്സ് എ ഡാറ്റ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. ആ ആളെ കുറിച്ചുള്ള ഒരു ഡാറ്റയാണ് ഞാനിപ്പോൾ കളക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കുറെ അറിവുകളും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്യുമ്പോൾ അത് ഡാറ്റയായി മാറുന്നു. ഡാറ്റാസ് പിന്നീട് എന്താകും? അത് ബിക്കംസ് റെക്കോർഡുകളായി മാറുന്നു. ഇന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന പല ഡാറ്റാസും നാളത്തെ റെക്കോർഡുകളായിട്ട് മാറും ഫോർ ഫ്യൂച്ചർ പർപ്പസ്. അത് പിന്നീട് നമ്മളുടെ ഭാവിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പ്രസന്റിൽ ഡാറ്റ, പാസ്റ്റിലേക്ക് അത് റെക്കോർഡായി മാറും, ഫ്യൂച്ചറിൽ അത് നമുക്ക് നെസസറി ആകാൻ സാധ്യതയുള്ളതാണ്. കാരണം ഈ റെക്കോർഡ്സ് ഒക്കെ നോക്കി നമുക്ക് പല പല തീരുമാനങ്ങൾ എടുക്കാൻ, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത്യാവശ്യമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ വീഡിയോസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്, എന്താ പറയാ ഫോട്ടോസ് ആയിട്ട് സേവ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. വോയിസ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമുക്ക് പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അയക്കാം, ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നത് ഒരു 10-22 ഡാറ്റാസിനെ കുറിച്ചിട്ട് ക്ലിനിക്കലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ഈ പറയുന്ന കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്നതാണ്. ഏതൊക്കെയാ? ആദ്യം ആ പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ പറയുള്ളൂ. വെറുതെ ഞാൻ പേര് പറഞ്ഞു പോകുള്ളൂ. അയ്യോ മിസ് അതെന്തുവാ ഇടയ്ക്ക് ചോദിക്കണ്ട. ബിക്കോസ് അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ ഉള്ളത് കൊണ്ട് ഇവിടെ ഓരോന്ന് പറയാത്തെ. നമുക്ക് ആ പേരൊന്ന് വായിക്കാം. ക്ലിനിക്കൽ ഡാറ്റാസിൽ വരുന്നത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ. അടുത്തത് ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട്. ഒറ്റ ഡാറ്റയാണ് ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട്. അപ്പൊ 4ഉം 5ഉം കൂടി ഒറ്റ പോയിന്റ് ആയിട്ട് എഴുതണം. 4, 5 വേറെ ആയിട്ട് എടുക്കാം. ഫിസിഷ്യൻസിനെ എഴുതിയിട്ട് അടുത്തതിലേക്ക് അത് താഴേക്ക് നമ്പർ ഇട്ട് പോയി. അങ്ങനെയല്ല, അത് ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്നാണ്. അത് ഒറ്റയാക്കി നിങ്ങളൊന്ന് ഒരു നമ്പർ വെട്ടി കളയാം. 5 എന്നുള്ളത് വെട്ടിയിട്ട് ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് ആ ഫിസിഷ്യൻസിന്റെ കൂടെ ചേർത്ത് ചെയ്താം. ഗോട്ട് ഇറ്റ്? പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട്, ഫിസിഷ്യൻസ് വേറെ, പ്രോഗ്രസ് നോട്ട് വേറെയല്ല, അത് ഒറ്റയാണെന്ന്. ഒന്നാണ്. ഓക്കെ, അതായത് 23 നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഇട്ട് കാണാം. പക്ഷെ 22 ഉള്ളൂ. ആ 23 ഇല്ല, 22 ഉള്ളൂ. ബിക്കോസ് അതിനകത്ത് അത് 2 ആയിട്ട് എഴുതിയിരിക്കുക. 2 അല്ല, അത് 1 അപ്പൊ ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട്, pathology report, radiology report, electrocardiograph report, consultation report, operating data, anesthesia report, and recovery room record, operative report, nursing data, nursing notes, CPR graphic chart, medication sheet, diet chart, physical therapy report, respiratory therapy report, miscellaneous reports, laboratory reports, and discharge summary. ഇതൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചേക്കണ്ട. ക്ലിനിക്കൽ സംബന്ധമായ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ സംബന്ധിക്കുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് ഈ പല സ്ഥലങ്ങളിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അവിടുത്തെ ഡാറ്റയാണ്. അപ്പൊ 22 ഡാറ്റാസ് ആണ്
എന്താ പറയാ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ക്ലിനിക്കൽ ഡാറ്റാസിൽ വരുന്നത്. ഒന്നുകൂടി വായിക്കാം. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ്, പ്രോഗ്രസ് റിപ്പോർട്ട്, പാത്തോളജി, radiology report, electrocardiograph report, consultation report, operative data, anesthesia data, then recovery room record, operative report, nursing data, nurses notes, PPR graphic chart, medication sheet, diet chart, physical therapy report, respiratory therapy report, miscellaneous reports, laboratory reports, and discharge summary. 22 ഉണ്ട് കേട്ടോ. ഇനി അവിടെ താഴെ ഓരോന്നും എന്താണ് ഇതിനകത്ത് വരുന്നത്, ഈ പറയുന്ന ഓരോ ഡാറ്റാസിലും എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റിപ്പോർട്ട്. അപ്പൊ ഈ റെക്കോർഡ്, അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡുകളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ആൾക്ക് എന്ത് രോഗനിവാരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അല്ലെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയേഴ്സ് ഇയാൾ ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന പോലെ ഇങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അത് അഡ്മിഷന്റെ സമയത്ത് എന്താ പറയാ ഇതിന് വേണ്ടിയിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസിന് ഇത്തരം പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തിയതിന്റെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ ഓൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. അഡ്മിഷന്റെ സമയത്തുള്ള ആ റെക്കോർഡിനകത്ത് ഈ പറയുന്ന ഡാറ്റാസ് അവിടെ തീർച്ചയായും ഉണ്ടാകണം. പിന്നെ ഇത് തയ്യാറാക്കുന്നതും ഇത് എന്താ പറയാ ഇതിന് അധികാരമുള്ളതും ഇത് എന്താ പറയാ റെക്കോർഡ് ചെയ്ത് ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിറക്ഷൻസ് കൊടുക്കാനും ലയബിൾ ആയിട്ടുള്ള ആരാണെന്ന് അറിയാമോ? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ്. ആരാണോ ആ രോഗിയെ നോക്കുന്നത്, ഏത് ഡോക്ടറാണോ ആ ഡോക്ടർക്ക് മാത്രമാണ് ലയബിൾ, അതായത് ആൾക്ക് ബാധ്യതയുള്ളത് എന്ത്? ഫോർ ഗിവിംഗ് ആൻഡ് ഓതന്റിക്കേറ്റിംഗ് ഇൻഫോർമേഷൻ. ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അറ്റൻഡിംഗ് ഫിസിഷ്യൻ മാത്രമേ അധികാരമുള്ളൂ. അതായത് ഏത് പേഷ്യന്റ്, ഇപ്പൊ ഞാൻ ഒരു ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുന്നു, എന്നെ പരിശോധിച്ചൊക്കെ നോക്കി, അപ്പൊ എന്നോട് പറയാണ് യു ഹാവ് ടു ബി അഡ്മിറ്റഡ് ഫോർ 2 or 3 days, 2 ദിവസം 3 ദിവസം ഒക്കെ കിടക്കണം, എന്നാലേ നിങ്ങളുടെ ബാക്കി എന്താണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് അറിയണം, രോഗത്തിന്റെ കാരണം എന്താണെന്നൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചു കിടത്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർ, അതാണ് അറ്റൻഡിംഗ് ഫിസിഷ്യൻ, ആ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ് ലയബിൾ ആയിട്ടുള്ളത് എന്തൊക്കെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആ പേഷ്യന്റിനെ കുറിച്ച്. അല്ലാണ്ട് ഡോക്ടർ പേഷ്യന്റ് ആയിട്ട് അവിടെ കിടത്തി വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ആ അറ്റൻഡിംഗ് ഫിസിഷ്യൻ തന്നെയായിരിക്കണം അതിന് കൊടുക്കാനായിട്ട് ബാധ്യതയായിട്ടുള്ളത്. ഓൾ ദ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി റിട്ടൺ വെൽ. വളരെ ഭംഗിയായിട്ട് അതൊക്കെ വൃത്തിയായിട്ട് എഴുതണം. എന്തൊക്കെ ഡയഗ്നോസിസ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആ പേഷ്യന്റിന് കൊടുത്തു എന്നുള്ളത് വ്യക്തമായി എഴുതണം. ഫുൾ ആയിട്ട് എഴുതണം, കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. മുറിച്ച് കീറി മുറിച്ചോ അല്ലെങ്കിൽ സിമ്പിൾസ് ഉപയോഗിച്ചോ അബ്രീവിയേറ്റഡ് ഫോം ഉപയോഗിച്ചോ ഒന്നും എഴുതാൻ പാടില്ല. അബ്രീവിയേഷൻ ഫോം ഒക്കെ സാധാരണക്കാർക്ക് ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ സയൻസ് വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു അല്ലെ, അതിനകത്ത് കുറെ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രിഫിക്സ് ചേർത്ത് വരുമ്പോ വാക്കുകളുടെ മീനിങ് മാറുന്നുണ്ട്, സഫിക്സ് ചേർത്ത് വരുമ്പോ വാക്കുകളുടെ മീനിങ്സിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ റൂട്ട് വേർഡിന്റെ കൂടെ പ്രിഫിക്സും സഫിക്സും ചേർത്ത് വരുമ്പോ ഇറ്റ് ചേഞ്ചസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇറ്റ്സെൽഫ്. ആ വാക്കിന്റെ എന്താ പറയാ മീനിങ് മാറിപ്പോകും. അങ്ങനെയൊക്കെ അവർ ഉപയോഗിച്ച് ചേർക്കാം. പക്ഷെ ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓൺലി ബൈ ദ മെഡിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾക്ക് മാത്രമേ അത് എന്താണെന്ന് മനസ്സിലാകുള്ളൂ. അല്ലാതെ സാധാരണക്കാർ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും സിമ്പൽ എഴുതി വെച്ചാൽ ഓ ഇത് മെഡിക്കൽ സയൻസിൽ ആ സിമ്പലിന് അർത്ഥമുണ്ട്, പക്ഷെ സാധാരണക്കാരനെ എന്തോ കോറി വരച്ചിട്ടേക്കണ പോലെ തോന്നും. അത് പാടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അഡ്മിഷൻ ആർ ഡിസ്ചാർജ് റെക്കോർഡില് whatever it is written, ആ ഒരു അറ്റൻഡിംഗ് ഫിസിഷ്യൻ എന്താണോ എഴുതി പിടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകള്, ഡയഗ്നോസിസ് സംബന്ധമായതോ പ്രൊസീജിയേഴ്സോ ട്രീറ്റ്മെന്റ് എന്താണോ അത് വെൽ റിട്ടൺ ആയിരിക്കണം. മനോഹരമായിട്ട് വൃത്തിയായിട്ട് എഴുതണം. മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾസ് ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ അബ്രീവിയേഷൻസും ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ ആയോ? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് ഇതൊക്കെയാ വരിക. ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ റിപ്പോർട്ടാണ് വരേണ്ടത്. അത് തയ്യാറാക്കുന്നത് ലയബിൾ ആയിട്ടുള്ള ആളാരാണ്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ്. അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് മാത്രമേ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അവരത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെൽ റിട്ടൺ, വളരെ നന്നായി എഴുതണം, ഫുൾ ആയിട്ട് എഴുതണം, വിത്തൗട്ട് യൂസിങ് സിംബൽസ് ആൻഡ് അബ്രീവിയേഷൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. മെഡിക്കൽ ഹിസ്റ്ററി ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? അഡ്മിഷൻ എന്ന് പറയുന്ന റെക്കോർഡുകളിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ?
Okay, next one, medical history. And what is medical history? It is the data which physicians uses to establish a preliminary diagnosis on which the treatment is to be given to the patients. അതായത് ഇതൊരു ഫിസിഷ്യൻ സാധാരണ ഒരു തന്റെ മുമ്പിലിരിക്കുന്ന എന്താ പറയാ പേഷ്യന്റിലേക്ക് അയാൾക്ക് അത് എന്താ പറയാ രോഗം മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗി വന്നിരിക്കുന്നു. ഇപ്പൊ ഡോക്ടറിന്റെ പേരും വയസ്സും അതുമേ ഉണ്ടായിരിക്കും ചാർട്ടില്. കാരണം നമുക്ക് അവിടെ നമ്മള് പേര് അവിടെ എവിടെയാ OP വിഭാഗത്തിൽ വരുമ്പോൾ നമ്മൾ പേര് കൊടുക്കുമല്ലോ രജിസ്റ്ററില്. അപ്പൊ അവർ നമുക്ക് വേണ്ടി ഒരു ചാർട്ട് ഉണ്ടാക്കും. അപ്പൊ ചാർട്ടിൽ പേരും വയസ്സും ഒക്കെ ഓൾറെഡി ഉണ്ടാകും. പിന്നെ പേരും വയസ്സും ചോദിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ ചോദിച്ചേക്കാമായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അത് നോക്കും. പിന്നെ അവർ നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് ഡാറ്റാസ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു പ്രിലിമിനറി ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ആളെ കുറിച്ച്, ആളുടെ രോഗവിവരങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുന്നതാണ്. അത് ആ ഒരു അന്വേഷണത്തിൽ നിന്നാണ് they can proceed their ട്രീറ്റ്മെന്റ്. തീർച്ചയായിട്ടും രോഗിയുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നടത്തുന്നത് ആ ഒരു എന്തിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ വിഭാഗത്തിലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അങ്ങനെ കളക്ട് ചെയ്യുന്ന ചില മെഡിക്കൽ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? അപ്പൊ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അപ്പൊ ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുക. ചീഫ് കംപ്ലൈന്റ് പ്രധാനമായിട്ട് അസുഖം. ഓക്കെ, ഇനി പ്രസന്റ് ഇൽനസ്, എന്ത് കാര്യത്തിനാ വന്നേ, ഇപ്പൊ എന്താണ് നിങ്ങളുടെ രോഗം, എന്താണ് അല്ലെ, എന്ത് കംപ്ലൈന്റ് ആണ്, എന്ത് പരാതിയായിട്ടാണ് വന്നേക്കണേ, എന്ത് കാര്യങ്ങളുമായിട്ട് വന്നേക്കണേ, എന്താണ് ഇപ്പോഴത്തെ രോഗം. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, നേരത്തെ ഈ രോഗത്തെ ചിലപ്പോൾ വേണമെങ്കിൽ ഇതിന് വേറെ ഏതെങ്കിലും വന്ന രോഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പാസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി ചിലപ്പോ ഡോക്ടർ ചോദിച്ചിരിക്കും. നേരത്തെ എന്തൊക്കെ തരത്തിലുള്ള അസുഖം വന്നിട്ടുണ്ട്, ഇന്ന അസുഖം വന്നിട്ടുണ്ടോ, അത് അവർക്ക് അറിയാൻ പറ്റും അല്ലെ. മുമ്പിൽ വന്നിരിക്കുന്ന രോഗിയോട് ഇന്നൊരു രോഗമാണ് എനിക്ക്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ ചില ആൾക്കാർ ശ്വാസം മുട്ടൽ എനിക്ക് പണ്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഉണ്ടായിട്ട് പോകുമ്പേ പറയുമ്പോ ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് നേരത്തെ ഉള്ളതാണോ, ഏത് ഏജിൽ അത് തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പൊ ഏർലിയസ്റ്റ് ആയിട്ട് വന്നതാണോ, നിയറസ്റ്റ് സമയങ്ങളിൽ വന്നതാണോ, 1-2 വർഷത്തിനുള്ളിൽ വന്നതാണോ, കൊറോണ വന്നിട്ടുണ്ടോ, ഇത് അല്ലെ അടുത്തടുത്ത് ചോദിക്കുന്ന ചോദ്യത്തായിരിക്കും അല്ലെ. കാരണം ഇന്ന് കൊറോണ കോവിഡ് വന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പിറേഷൻ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യും. അതാണ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ചോദിക്കും. ഷുഗർ അല്ലെ ഒക്കെ വരുമ്പോ ഡോക്ടർ ചോദിക്കും ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പോഴാണ് ഷുഗർ കുറച്ച് കൂടുതലുണ്ടല്ലോ, ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗർ കുറച്ച് ഹൈ ആണല്ലോ, എന്ത് പറ്റി, എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കും. എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യം ഇതായിരിക്കും, ഫാമിലിയിൽ അതൊക്കെ ഉണ്ട് ചോദിക്കില്ലേ, അച്ഛനുണ്ടോ അമ്മയ്ക്കുണ്ടോ അല്ലെ. അതൊക്കെയാണ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ എന്താ പറയാ വേറെ കാര്യങ്ങളൊക്കെ ഒന്നല്ല ചോദിക്കുന്നത്. വീടിന്റെ സ്ഥലം, വീടിന്റെ വേറെ ആരുടെ പേരില്ല, എവിടെ ഇരിക്കുന്നു, അതൊന്നും ചോദിക്കില്ല. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി മീൻസ് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഇത്തരം രോഗങ്ങളുടെ എന്തെങ്കിലും ഉണ്ടോ, അപ്പൊ അത് ഹിയറിഡിറ്ററി ആയിട്ട് വരുന്ന രോഗമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ROS എന്ന് നമുക്കതിനെ ഷോർട്ട് ആയിട്ട് പറയാം. അതൊരു എന്താ പറയാ മെഡിക്കൽ ഹിസ്റ്ററി ടെക്നിക്കാണ്. ഈ ഇങ്ങനെയുള്ള ഡാറ്റാസ് ശേഖരിക്കുന്നതിന്റെ ഒരു ടെക്നിക്ക് തന്നെയാണ്. ദാറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇവിടെ കുറെ ചോദ്യങ്ങൾ ഡോക്ടർ പേഷ്യന്റിനോട് ചോദിക്കുന്നു. അവിടെ പേഷ്യൻസിന്റെ ബോഡി സിസ്റ്റമിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടും ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദർ സിംപ്റ്റംസ്, ആ രോഗത്തിന്റെ ലക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില വിവരങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കുക. അതിനെയാണ് റിവ്യൂ ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ROS എന്ന് വിളിക്കുക കേട്ടോ. ഒരു മെഡിക്കൽ ഹിസ്റ്ററി ടെക്നിക്ക് ആണെന്ന് അറിഞ്ഞിരിക്കുക. മെഡിക്കൽ ഹിസ്റ്ററി ശേഖരിക്കാനുള്ള ഒരു സാങ്കേതിക പ്രയോഗമാണത്. അപ്പൊ അതിലൂടെ ഡോക്ടർ എന്താ ചെയ്യുക, കുറെ ചോദ്യങ്ങൾ പേഷ്യൻസിനോട് ആ രോഗിയുടെ രോഗലക്ഷണങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറെ ചോദ്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിന് ഉത്തരം കിട്ടുന്നത് അനുസരിച്ച് derive what is the cause of their illness. അപ്പൊ ആ രോഗിയുടെ രോഗത്തിന്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ അതിൽ നിന്ന് ആൾക്ക് ഒരു ക്ലൂ കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറെ ചോദ്യം ചോദിക്കും. അതാണ് റിവ്യൂ ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ROS എന്ന് പറയുന്നത്. സോ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്? മെഡിക്കൽ ഹിസ്റ്ററി it helps the physicians to make a preliminary provisional diagnosis. അതായത് പ്രാഥമികമായിട്ടുള്ള രോഗനിവാരണം നടത്താൻ വേണ്ടിയിട്ട് ഫിസിഷ്യൻസിനെ സഹായിക്കുന്ന ചില ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് വിളിക്കുക. മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ്?
chief complaint, present illness, past medical history, family history, and also review of system. ആ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. NP എന്നിട്ട് വെക്കാം. അണ്ടർലൈൻ ചെയ്തോ മാർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കാൻ. ക്ലിയർ ആയോ? അത് മെഡിക്കൽ ഹിസ്റ്ററി മനസ്സിലായില്ലേ? പോട്ടെ അടുത്തതിലേക്ക്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഏതാണെന്നോ ആ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു പറയാൻ താഴെ കുത്തിട്ട് വന്നിട്ടില്ലേ? അത് ആ ചീഫ് കംപ്ലൈന്റ് പ്രസന്റ് ഇല്ല. അത് 5 എണ്ണം കിട്ടിയോ? ഓക്കെ. ഫിസിക്കൽ എക്സാമിനേഷൻ. എന്താ ഫിസിക്കൽ? അതായത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കാം, പനി ഉണ്ടോന്ന് നോക്കാൻ. ഇപ്പം ആധുനികമായിട്ട് വേറെ രീതിയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ നാവിനടിയില് നമ്മുടെ തെർമോമീറ്റർ വെച്ചിട്ടൊക്കെയാണ് നോക്കിയിരുന്നത്. ഇന്ന് അതൊന്നും വേണ്ട. കാരണം ഓരോ ഇതനുസരിച്ച് ടെക്നോളജി മാറി വരും. ഓരോ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ പഴയതൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. പഴയ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ ഡ്രോബാക്സ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത് ആളുകൾ കൊണ്ടുവരുന്നത്. കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ആ പനി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ ലക്ഷണമായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ വായിൽ ഈ തെർമോമീറ്റർ എടുത്ത് വെക്കാൻ പറ്റുമോ? അപ്പൊ അത് ആളുകൾക്ക് പേടിയായിരുന്നു. അങ്ങനെയൊക്കെ പുതിയ ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങി. ഇപ്പൊ ഈ വെള്ളിയും ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലൊക്കെ അറിയാൻ പറ്റും അല്ലെ? അപ്പൊ തെർമോമീറ്ററിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ശാരീരികമായിട്ടുള്ള പരിശോധന. കിടത്തിയോ ഇരുത്തിയോ നടത്തിയോ എങ്ങനെയാണോ ഫൈൻഡ് ഔട്ട് അത് അവര് മനസ്സിലാക്കുന്നു. ആൻഡ് അതിൽ നിന്ന് മേക്ക് എ ബേസ് ലൈൻ ഡാറ്റ. ബേസ് ലൈൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? The data which is collected at the beginning of a situation or procedure. അതായത് ഒരു രോഗം വരുമ്പോ ആ രോഗവുമായിട്ട് വരുന്ന പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ശേഖരിക്കുന്ന ഒരു ഡാറ്റ, അതിനെയാണ് ബേസ് ലൈൻ ഡാറ്റ എന്ന് വിളിക്കാം. ആ ബേസ് ലൈൻ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്തിനാ? ഫ്രം വേർ ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. എവിടെ നിന്ന് ഈ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊരു രോഗവുമായിട്ട് ചെന്നിരിക്കുന്നു. അപ്പൊ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ആ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഇപ്പൊ പറയും നമ്മള്, അയ്യോ എനിക്ക് രോഗം ഇന്നതുണ്ട്, പനിയുണ്ട്, പനിയുണ്ട്, ഉറക്കില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് വരുന്ന അസുഖം ഏതാണെന്ന് ഡോക്ടർക്ക് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ? അപ്പൊ കണ്ടുപിടിച്ചിട്ട് അത് എവിടെ നിന്നാണ് അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്? ഇപ്പൊ ഞാൻ എന്തിനാ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആദ്യം എന്ന് ഡോക്ടർക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ? അങ്ങനെ അതിനു വേണ്ടി കൊടുക്കുന്ന ചോദ്യങ്ങള്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതിനു ശേഷം അതിനെയാണ് നമ്മൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതിനെയാണ് നമ്മൾ ബേസ് ലൈൻ ഡാറ്റ എന്ന് വിളിക്കാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രം. ബേസ് ലൈൻ ഡാറ്റ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. അതായത് ഡാറ്റ വിച്ച് ഇസ് കളക്റ്റഡ് അറ്റ് ദ ബിഗിനിങ്, അത്ര ഓർത്താൽ മതി. തുടക്കം തന്നെ ശേഖരിക്കുന്ന ഡാറ്റ. ആരെ കുറിച്ച്? പേഷ്യന്റിനെ കുറിച്ച്. ആര് ശേഖരിക്കുന്നു? ഡോക്ടർ ശേഖരിക്കുന്നു. നമ്മളെ കുറിച്ച് വിവരങ്ങൾ തിരക്കി മനസ്സിലാക്കുന്നു. എവിടെ നിന്നാണ് ആ ട്രീറ്റ്മെന്റ് തുടങ്ങണ്ടേ അതറിയാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് അവസാനം കളക്ട് ചെയ്യുന്ന ഡാറ്റ അല്ല. അങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കാം. രോഗമൊക്കെ കഴിഞ്ഞു, അഡ്മിഷൻ കഴിഞ്ഞു, എന്താ പറയാ എന്തെങ്കിലും സർജറി ഉണ്ടായി, അതും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അപ്പൊ ഓക്കെ ഇന്ന് ഇത്ര ദിവസമൊക്കെ വീട്ടിൽ ചെന്ന് ഇതേപോലെയൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഇനിയും എന്തെങ്കിലും പേഷ്യന്റിന് വേറെ എന്തെങ്കിലും കാര്യമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതെഴുതി വെച്ചു. അതല്ല ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ. തുടക്കം കളക്ട് ചെയ്ത ഡാറ്റയാണ് അത്. അദ്ദേഹത്തിന്റെ എന്താ പറയുക നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. Okay, provides baseline data about the patient to help the physician in deciding a diagnosis. എന്ത് രോഗനിവാരണം നടത്തണം എന്നുള്ളതിന് ഉത്തരം, അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പേഷ്യന്റിനെ കുറിച്ച് എന്താ പറയാ സമാഹരിക്കുന്ന ഡാറ്റയാണ്, ഡോക്ടർമാർ ശേഖരിക്കുന്ന ഡാറ്റയാണ് ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതെന്ത് വരും അതിനകത്ത്? എക്സാമിനേഷൻ ഓഫ് ഫുൾ ബോഡി സിസ്റ്റം, നമ്മുടെ മൊത്തം ബോഡി സിസ്റ്റത്തിന്റെ ഒരു എക്സാമിനേഷൻ, പരിശോധന, അതായത് അത് വരുന്നത് ഏതില്? ഫിസിക്കൽ എക്സാമിനേഷനിൽ. ആൻഡ് ദിസ് എക്സാമിനേഷൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോ, ഇങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ എങ്ങനെയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഡിഫേഴ്സ്, അത് എല്ലാവർക്കും ഒരേപോലെയുള്ള, എല്ലാവരിൽ നിന്നും ഒരേപോലെയുള്ള ഡാറ്റ അല്ല കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യുന്ന ഡാറ്റയ്ക്ക് മാറ്റമുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജസ്, ആളുകളുടെ ഏജ്, പിന്നെ എന്താ പറയാ സെക്സ് ആയിട്ട് ബന്ധപ്പെട്ട് മെയിൽ ഓർ ഫീമെയിലിന് ഒരേപോലെ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഓരോ പേഷ്യൻസിന്റെ സിംറ്റംസ് അനുസരിച്ച് മാറും, രോഗിയുടെ ലക്ഷണം അനുസരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും. മാത്രമല്ല അതർ ഫിസിക്കൽ ഫൈൻഡിങ്സ്, ശരീര പരിശോധനയൊക്കെ നടത്തിയപ്പോ ഉണ്ടായിരിക്കുന്ന കണ്ടെത്തലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ലബോറട്ടറി ഡാറ്റ, ലാബ് ടെസ്റ്റുകൾ നടത്തിയതിന്റെ റിസൾട്ട്, അത് വെച്ചിട്ടുള്ള ഡാറ്റയും കൊണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഇതെല്ലാം വരുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻസ് എന്നാണ്.
ഇപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്തു, യൂറിനിൽ ഇങ്ങനെയുണ്ട്, വെള്ളം കുടിക്കാറില്ലേ, അതൊരു ഡാറ്റ കളക്ഷൻ അല്ലേ. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ലാബ് ടെസ്റ്റ് നടത്തി കൊണ്ടുവന്നു, അപ്പൊ റിസൾട്ട് പോസിറ്റീവ് ആണ്, ഇതിന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ തന്നെ ഡോക്ടർ ചോദിക്കും നമ്മളോട്, വെള്ളത്തിന്റെ അളവ് കുറവാണ്, വെള്ളം കുടിക്കാറില്ലേ, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയുള്ള കുറെ ഡാറ്റാസ് ഒക്കെ അവർ കളക്ട് ചെയ്യും. അതൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, അതൊക്കെ ഫിസിക്കൽ എക്സാമിനേഷനിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഫിസിക്കൽ എക്സാമിനേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് ലൈൻ ഡാറ്റ കളക്ട് ചെയ്യുന്നു ടു മേക്ക് ദ ഫിസിഷ്യൻ ടു ഡിസൈഡ് അബൌട്ട് ദെയർ പ്രൊസീജിയേഴ്സ്. അവർ എന്ത് രോഗത്തിന് നിവാരണം നടത്തണം എന്നുള്ളതിന് തീരുമാനമെടുക്കാനുള്ള ബേസ് ലൈൻ ഡാറ്റ കളക്ട് ചെയ്യുക. എക്സാമിനേഷൻ അത് എന്താണ്, ഫുൾ ബോഡി സിസ്റ്റത്തിന്റെ എക്സാമിനേഷൻ ആണ്. അത് ഡിപെൻഡ്സ് അപ്പോൺ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും, എല്ലാവർക്കും ഒരുപോലെയല്ല. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഏജ്, സെക്സ് ഓഫ് ദ പേഷ്യന്റ്, സിംപ്റ്റംസ്, ദെൻ അതർ ഫിസിക്കൽ ഫൈൻഡിങ്സ്, ലബോറട്ടറി ഡാറ്റ, ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്താണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫിസിക്കൽ എക്സാമിനേഷൻ മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ ഫിസിഷ്യൻസ് ഓർഡർ ആണ്. ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിഷ്യന്റെ ഓർഡർ എന്താ? ഓർഡർ ചെയ്യാ എന്തായാലും ഫിസിഷ്യൻ ഓർഡർ ചെയ്യാ, വന്നിരുന്നിട്ട് ഒരു രോഗിയെ നോക്കിയിട്ട് അവർക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യോ? ഇല്ല അല്ലെ. എന്തായിരിക്കും ഓർഡർ ചെയ്യാ? ഓർഡർ എന്താണ്? അബൌട്ട് ദർ മെഡിക്കേഷൻ, ആ രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണം, വാട്ട് ഓക്സിലറി സർവീസസ് ടു ബി ഗിവൺ, എന്ത് സഹായമാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ രോഗിനെ കിടത്തണോ, കിടത്തി ചികിത്സിക്കണമെങ്കിൽ അങ്ങനെ റൂം പ്രൊവൈഡ് ചെയ്യണം, അപ്പൊ ആ സഹായം. പിന്നെ മറ്റേതെങ്കിലും നഴ്സിംഗ് എന്ത് ശുശ്രൂഷ ഉണ്ടെന്ന് നഴ്സിനെ വിളിച്ചേ ഇന്ന കാര്യം ഇയാൾക്ക് ചെയ്യണം എന്ന് പറയുന്നു, എന്ന് ഇൻസ്ട്രക്ട് ചെയ്യുന്നു. ഇപ്പൊ ശ്വാസം മുട്ടലാണ്, വേഗം കൊണ്ടുപോയിട്ട് ഇയാൾക്ക് നെബുലൈസേഷൻ കൊടുക്കണം, അപ്പൊ അതൊരു നഴ്സിംഗ് ആണ്, അതൊരു ശുശ്രൂഷയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഓർഡർ ചെയ്യുക, അതിനെ ഫിസിഷ്യൻസ് ഓർഡർ വിളിക്കുക. അത് മെഡിക്കേഷൻ സംബന്ധമാകാം, ട്രീറ്റ്മെന്റ് ആകാം, നഴ്സിംഗ് സംബന്ധമാകാം, അങ്ങനെ പലതും. ആരാ കൊടുക്കണ്ടേ? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അത് എങ്ങനെ കൊടുക്കണം ആ ഓർഡേഴ്സ്? ഓറലിയും പറയാം, അതുപോലെ തന്നെ എന്താ പറയാ, റിട്ടേൺ ആയിട്ട് കൊടുക്കാം. ലാബിൽ ഇന്ന ആളുടെ ഇന്ന സാധനം എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ബ്ലഡ് എടുത്തിട്ടോ ബോഡി ഫ്ലൂയിഡ് എടുത്തോ ടെസ്റ്റ് ചെയ്യണം, അത് എന്ത് ചെയ്യണം? റിട്ടേൺ ആയിട്ട് കൊടുക്കണം. നഴ്സിനോട് നെബുലൈസ് കൊടുക്കണം, നെബുലൈസേഷൻ അവിടെ എഴുതിയും വെക്കും, അതോടൊപ്പം തന്നെ നഴ്സിനെ വിളിച്ചിട്ട് വേഗം കൊണ്ടുപോയി ഞങ്ങൾക്ക് നെബുലൈസേഷൻ കൊടുക്കും. ഓക്കെ, അത് റിട്ടേണും ആകാം ഓറലും ആകാം. റിട്ടേൺ അല്ലെങ്കിൽ ഓറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഓർഡർ ഷുഡ് ബി ഗിവൺ ബൈ ദ അറ്റൻഡിങ് ഫിസിഷ്യൻ ടു ദ നഴ്സസ് ഫോർ നഴ്സിംഗിന് വേണ്ടിയിട്ട് നഴ്സസിനോടോ അല്ലെങ്കിൽ മറ്റ് സർവീസസ്, ഓക്സിലറി സർവീസസ് പ്രൊവൈഡ് ചെയ്യാനോ മെഡിക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളത്? ഫിസിഷ്യനാണ്. ആ ഓർഡറിനെയാണ് നമ്മൾ ഫിസിഷ്യൻസ് ഓർഡർ എന്ന് വിളിക്കുക. Got it? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ആ പേഷ്യൻസ് ഫിസിഷ്യൻസ് ഓർഡർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ആ സെന്റൻസ് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തോട്ടാ. ഫിസിഷ്യൻസ് ഓർഡർ എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങി ആ ബ്രാക്കറ്റ് ഇട്ടോ, ആ ഒരു പാരഗ്രാഫ്, കുഞ്ഞു പാരഗ്രാഫ് ആണ് ഫിസിഷ്യൻസ് ഓർഡർ എന്നുള്ളത്. അത് അണ്ടർലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇടാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോഗ്രസ് നോട്ട് ആണ്. പ്രോഗ്രസ് റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുട്ടികളുടെയൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്കറിയാം, എന്താ പറയാ, അവര് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഓരോ മാർക്കുകൾ. ഇവിടെയും പ്രോഗ്രസ് നോട്ട് ഉണ്ട്. While a patient is admitted in the hospital, the doctors make a routine round. അല്ലെ, മോർണിംഗ് ഓർ ഈവനിങ്ങിലൊക്കെ, കാലത്ത് വൈകുന്നേരമൊക്കെ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ അവരുടെ ഏത് ഡോക്ടറാണോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു? അവര് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ പോയി കാണും. എന്തിനാ? വെറുതെ വിശേഷം തിരക്കാൻ മാത്രമാണോ? വിശേഷം തിരക്കുക, അതോടൊപ്പം തന്നെ ഹൗ വെൽ ദേ ആർ ഗെറ്റിംഗ്, അല്ലെ, അവര് ഹൗ റെസ്പോണ്ടിങ് ദെയർ ട്രീറ്റ്മെന്റ്, അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എത്രത്തോളം ആ ഒരു പേഷ്യന്റിൽ ഫലിച്ചു കാണുന്നുണ്ട്, എത്രത്തോളം അവർക്ക് ആ രോഗത്തെ കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മരുന്നുകൾ കൊണ്ട്, താൻ കൊടുത്ത മരുന്നുകൾ കൊണ്ട്. ഇതൊക്കെ അറിയാനും ചെക്കപ്പ് ഒക്കെ ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഡോക്ടേഴ്സ് അവരുടെ പേഷ്യൻസിനെ എന്ത് ചെയ്യാറുണ്ട്? പോയി കാണാറുണ്ട്, അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റുട്ടീൻ ആയിട്ട് അവരെ കിടത്തി ചികിത്സിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ റൗണ്ട്സിനൊക്കെ പോകാൻ നമ്മൾ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ ഇൽനെസിന്റെ കോസ്, കാരണങ്ങള്, റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആളുടെ സ്റ്റേറ്റസ് എന്താണ്, ഇപ്പൊ എങ്ങനെയുണ്ട്, ഡിസ്ചാർജ് സമയത്ത് ഫുൾ ഓക്കെ ആണോ, 100% ആള് ഇൽനെസ് ക്യൂർ ചെയ്തിട്ടാണോ പോണേ,
അല്ലെങ്കിൽ 90% മാറിയിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ 100% ആൾ ഹെൽത്തി ആയി, ഓക്കെ ആയി, വേറെ പ്രശ്നമൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. 90% ഒക്കെ ആയിട്ടുള്ളൂ, ഒരു ദിവസം കൂടി കിടക്കുക, കംപ്ലീറ്റ് ആവട്ടെ എന്ന് ഡോക്ടർ ചിലപ്പോ അഡ്വൈസ് ചെയ്യും. പക്ഷെ ചില ആൾക്കാർ വേണ്ട, അത് കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ വീട്ടിൽ പോയിട്ട് ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടൊക്കെ പോകും, ഡിസ്ചാർജ് വാങ്ങിച്ചു പോകും. അതിന് നമ്മൾ വിളിക്കും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് അഡ്വൈസ് ചെയ്ത് നമ്മൾ എന്താ പറയാ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുമ്പോ ഒരു പേര് പറയുമല്ലോ അതിന്, മെഡിക്കൽ സയൻസിൽ അതിന് എന്ത് വിളിക്കും? കേട്ടിട്ടില്ല? ആരെങ്കിലും പറഞ്ഞു കേട്ടോ? നേരത്തെ തന്നെ ഡിസ്ചാർജ്, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, AMA, ആമാ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ അങ്ങനെയും പോകുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ ഹോസ്പിറ്റൽസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ്സിൽ വരും. ഡെയിലി ഹോസ്പിറ്റൽസിലെ റൗണ്ട്സിലൊക്കെ പോകുമ്പോൾ ഡോക്ടർമാര് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാര്യങ്ങള്, അവരുടെ പ്രോഗ്രസ്സുകൾ, എത്രത്തോളം ക്യൂർഡ് ആയി അവരുടെ അസുഖം, ഇതൊക്കെ നോട്ട് ചെയ്ത് പോകും. എപ്പോഴും നോട്ട് ചെയ്യും ഒക്കെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും. അതാണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. അത് എന്തിനെ സംബന്ധിക്കുന്ന പേഷ്യൻസ് ഇൽനെസ്, റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ സ്റ്റേറ്റസ് ഓഫ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് സമയത്തുള്ള അവരുടെ കണ്ടീഷൻസ്, അതൊക്കെയാണ് ഇത് റെക്കോർഡ് ചെയ്യാം. അതിന് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയാണ്. ആരാണോ ആ രോഗിയെ നോക്കുന്ന ആൾക്കാണ്. ഇപ്പൊ എന്റെ പേഷ്യന്റ് അല്ലാത്ത വേറൊരാളെ പോയി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ പേഷ്യന്റിനെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയി റൗണ്ട്സിൽ പോയിട്ട് ആളെ ചെക്ക് ചെയ്യാം, ആളുടെ രോഗത്തിന്റെ ആ പ്രോഗ്രസ് ഒക്കെ നോട്ട് ചെയ്യാം, അത് നോട്ട് ചെയ്ത് രേഖപ്പെടുത്തി വെക്കാം, വേറെ ആളെ വേണ്ട. ആൻഡ് ഓൾസോ കംപ്ലീഷൻ ഓഫ് പ്രോഗ്രസ് നോട്ട്സ്, ആ ഫിസിഷ്യൻ തന്നെ, അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെ ഹാസ് ടു കംപ്ലീറ്റ് ദാറ്റ് പ്രോഗ്രസ് നോട്ട്സ്. ആ പ്രോഗ്രസ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, പകുതിക്ക് വെച്ചിട്ട് ഇടാൻ പാടില്ല. അത് ഫുൾ ആക്കി കംപ്ലീറ്റ് ചെയ്യേണ്ടതും ആ അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയായിരിക്കണം. അതിനകത്ത് എന്തൊക്കെ പെടും? പ്രോഗ്രസ് നോട്ട്സിൽ അഡ്മിഷൻ നോട്ട് വരും, ഫോളോ അപ്പ് വരും, ആൻഡ് ഫൈനൽ നോട്ട് വരും. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള നോട്ട്, അതായത് അഡ്മിറ്റ് ചെയ്തപ്പോ ഡോക്ടർ ഇങ്ങനെ എഴുതി വെച്ചു, എന്താ പറയാ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഭയങ്കര റെസ്പിറേഷൻ, അതായത് എന്താ പറയാ ശ്വാസമുട്ടലൊക്കെ ആയിട്ടാണ് പേഷ്യന്റ് വന്നത്. അതായത് ഒരു എന്താ പറയാ 50% ശ്വാസം എടുക്കാൻ പറ്റാതെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് എപ്പോഴാണ്? റൗണ്ട്സിന് മുമ്പ് ഒരു പ്രാവശ്യം റൗണ്ട്സിന് പോയി എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും പോയി എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് മാറി, കുറഞ്ഞിട്ടുണ്ട്, നന്നായി ഭേദപ്പെട്ടു, അങ്ങനെയാണ്. അതാണ് ഫൈനൽ നോട്ടിലേക്ക് എത്തുക. അപ്പൊ അഡ്മിഷൻ നോട്ട്, അതുപോലെ തന്നെ ഫോളോ അപ്പ്, പിന്നെ ഫൈനൽ നോട്ട്, ഇങ്ങനെ ഓരോ നോട്ടുകളായിട്ട് അത് വരുന്നുണ്ട്. ഏതിലെ പ്രോഗ്രസ് നോട്ടിനകത്ത് അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അതായത് അഡ്മിഷൻ സമയത്ത്, അഡ്മിഷൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് എന്തായിരുന്നു ആ പേഷ്യന്റിന്റെ അവസ്ഥ, എന്തായിരുന്നു കണ്ടീഷൻ, അത് എഴുതി വെക്കുന്നതാണ് ഏത് അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, ഫിസിക്കൽ ഇൻഫർമേഷൻ ഓൾസോ വിൽ ബി മാർക്ക്ഡ്. അതിനകത്ത് ഇതൊക്കെ ഇപ്പോഴത്തെ അയാളുടെ ഫിസിക്കൽ കണ്ടീഷനും അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനകത്ത് ഈ പറയുന്ന അഡ്മിഷൻ നോട്ടിനകത്ത് കൂടി ചേർത്ത് എഴുതി വെക്കും. അത് പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രസ് നോട്ട്സ് ഇൻക്ലൂഡ്സ് ഓൾ ദ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് ആൻഡ് ഓൾസോ പേഷ്യൻസ് റെസ്പോൺസ് ടു ഈച്ച്. ഈ പ്രോഗ്രസ് നോട്ടിനകത്ത് പേഷ്യന്റിന് കൊടുത്ത ട്രീറ്റ്മെന്റുകൾ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കും. അതനുസരിച്ച് എങ്ങനെയാണ് ഓരോ ട്രീറ്റ്മെന്റിനോടും പേഷ്യന്റിന്റെ ശരീരം പ്രതികരിച്ചത്, റെസ്പോണ്ട് ചെയ്തത്, അതും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് പ്രോഗ്രസ് നോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പ്രോഗ്രസ് നോട്ടാണ്, അതായത് പേഷ്യന്റിന്റെ ഇൽനെസിന്റെ പ്രോഗ്രസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റൊരു പ്രോഗ്രസ്സും അല്ല. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ പാത്തോളജി. പാത്തോളജി ആ വാക്കിൽ നിന്ന് തന്നെ പറയാം. ഇറ്റ്സ് റിലേറ്റിംഗ് ടു ഡയഗ്നോസിസ് ഓഫ് എ ഡിസീസ് അല്ലെ. രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് രോഗത്തെ കുറിച്ചുള്ള പഠനം, ആ രോഗത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകളെ കുറിച്ചുള്ള പഠനം, അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? ചിലതൊക്കെ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിലൂടെയാണ്, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിഷ്യൂ. നമ്മുടെ ബോഡിയിൽ നിന്നും ഏതെങ്കിലും ടിഷ്യൂ എടുത്ത് എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് റിമൂവ് ചെയ്ത് എടുത്തിട്ട് അത് സർജറിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സിലൂടെയോ എന്തെങ്കിലും ടിഷ്യൂ വിൽ ബി ടേക്കൺ ഔട്ട് ഫ്രം അവർ ബോഡി ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ഫോർ പാത്തോളജിക്കൽ അനാലിസിസ്. അതായത് ഡിസീസിനെ കുറിച്ച് കൂടുതൽ വിശദമായ പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് എടുത്ത് എന്ത് ചെയ്യുന്നത്, പഠനത്തിന് വേണ്ടി വിധേയമാക്കുന്നത്. അതിനൊരു ഉദാഹരണം ബയോപ്സിയാണ്. നമ്മുടെ വയറിനകത്ത് ഒക്കെയുള്ള ആവശ്യമില്ലാതെ വളരുന്ന ചില ട്യൂമേഴ്സ്, മുഴകൾ. ആ മുഴകൾ സം മേ ബി ഹാംഫുൾ ടു അവർ ബോഡി ആൻഡ് അതേഴ്സ് മേ ബി not be such a harmful. അത് ചിലതൊക്കെ ഉപദ്രവകാരികളാണ്. That means it can be a cancerous tumor. അത് ചിലപ്പോൾ ക്യാൻസറിലേക്ക് പോകാവുന്ന ട്യൂമർ ആകാം, അത് ഹാംഫുൾ ആണ്. So it should be removed as soon as possible. എത്രയും പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് അതിന് വേണ്ട എന്താ പറയാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്.
ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വിൽ നോട്ട് സ്പ്രെഡ് ടു അതർ സെൽസ്, മറ്റ് നമ്മുടെ ശരീരഭാഗങ്ങളിലേക്കോ മറ്റ് സെൽസിലേക്കോ ഒന്നും വ്യാപിക്കില്ല. അത് സ്റ്റേജസ് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അഴേക്കും എന്തായിരിക്കും അത് പല ബോഡിയുടെ മറ്റ് സെൽസിലേക്കൊക്കെ എന്ത് സ്പ്രെഡ് ചെയ്ത് ഒത്തിരി കുളമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ബയോപ്സി എന്ന് പറയുന്നത് അത്തരം പാത്തോളജി റിപ്പോർട്ടുകൾക്ക് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ പാത്തോളജിക്കൽ റിപ്പോർട്ട്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ത് മൈക്രോസ്കോപ്പിക് മാക്രോസ്കോപ്പിക് ടിഷ്യൂസ് റിമൂവ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയേഴ്സിനൊക്കെ എന്താക്കുക, വിധേയമാക്കുക. അങ്ങനെ കണ്ടെത്തുന്ന ചില കാര്യങ്ങൾ റിപ്പോർട്ടുകളായിട്ടൊക്കെ വരും. അതാണ് പാത്തോളജി റിപ്പോർട്ട്സ്. അതിന് എക്സാമ്പിൾ നമുക്ക് ബയോപ്സി ഒക്കെ അതിനകത്ത് പെടുത്താവുന്നതാണ്. ബയോപ്സി എന്താ? ടെസ്റ്റിംഗ് ഓഫ് ക്യാൻസർ ആണ് അല്ലെ? ക്യാൻസർ ടെസ്റ്റിനെ അല്ലെ ബയോപ്സി എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, പാത്തോളജി റിപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയോളജി റിപ്പോർട്ടാണ്. റേഡിയോളജി അതും ഇതുപോലെ തന്നെ എക്സ്റേസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്കാനിങ്സ് പലതും, പിന്നെ തെർമോഗ്രാഫി, അതുപോലെ തന്നെ സെറോഗ്രാഫി. സെറോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ? സീറോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റുകളുടെ ഒക്കെ എന്താ പറയാ ഇമേജിംഗ് ആണ്. ഇമേജിംഗ് ഓഫ് ഡോക്യുമെന്റ്. ഇത് നമ്മള് ചില സാധനങ്ങളൊക്കെ ഇമേജസ് ആയിട്ട് ഡോക്യുമെന്റുകളെയും ഇമേജസ് ആയിട്ടൊക്കെ മാറ്റിയെടുക്കും. അതാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ വിധേയമാക്കുന്ന സ്കാനിങ് പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ, അതാണ് റേഡിയോളജി റിപ്പോർട്ട്. അത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് റേഡിയോളജി റിപ്പോർട്ടിൽ വരാം? പേരുകൾ മാത്രം മതി നമുക്ക് അറിയണ്ടേ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സീറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി. What all things are അല്ലെങ്കിൽ reports are included in radiology. റേഡിയോളജിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് പെടാത്തത് ഏതാണ്, നോട്ട് ഇൻക്ലൂഡഡ് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി ആൻഡ് സീറോഗ്രഫി, അൾട്രാസോണോഗ്രഫി. ക്ലിയർ ആയോ? അത് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. റേഡിയോളജി റിപ്പോർട്ട് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അടുത്തത് എന്താ? കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. ഇനി എന്താണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്? അത് ഫിസിഷ്യന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഇറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദ ഫിസിഷ്യൻ അബൌട്ട് എ പേഷ്യൻസ് കണ്ടീഷൻ. ഞാനിപ്പോ ഒരു രോഗിയായിട്ട് ഡോക്ടറുടെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ആ രോഗത്തെ കുറിച്ച് എന്നിൽ നിന്നും സ്വീകരിച്ച ഡാറ്റാസ് കളക്ട് ചെയ്തത് പ്രകാരം ആ പേഷ്യന്റിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് ഒരു ബോധ്യം അല്ലെ, ഒരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. ഞാൻ അടുത്ത രോഗിയായിട്ട് ഡോക്ടറെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്നതാണ് എന്റെ രോഗം. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഡോക്ടറിനോട് ചോദിക്കും. ആൻഡ് ഐ വിൽ ആൻസർ ഇറ്റ്. ഞാൻ അതിന് ഉത്തരങ്ങൾ പറയും. സോ ഡോക്ടർക്ക് അവസാനം അതിൽ നിന്നൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇന്നതാണ് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്റെ രോഗത്തെ കുറിച്ച്. ഓക്കെ, അത് പേഷ്യന്റിന്റെ എന്താ പറയാ മെഡിക്കൽ റെക്കോർഡുകൾ നോക്കി, അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സാമിനേഷൻ, പേഷ്യന്റിന്റെ ബോഡി എക്സാമിൻ ചെയ്തിട്ടായിരിക്കാം, ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ ഫിസിഷ്യൻസ്, അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ, പേഷ്യന്റിന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുക. അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അപ്പൊ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇന്ന രോഗമായിട്ട് വന്നു, ഇന്ന മരുന്നുകൾ എഴുതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. കൺസൾട്ട് ചെയ്ത ഒരു റിപ്പോർട്ട്. ഓക്കെ, രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർക്ക് മനസ്സിലായത്, ആ അഭിപ്രായങ്ങളൊക്കെ പോലെ ഒപ്പീനിയൻ ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക. കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അവിടെ റെക്കോർഡ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് അറ്റൻഡിംഗ് ഫിസിഷ്യൻ എന്ന് വരെ മതി. ബാക്കിയുള്ള ഭാഗം വെട്ടിയേക്കാം കേട്ടോ. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാ. ഇവിടെ വരെ മതി. ഇത് വേണ്ട. ദ പേഷ്യന്റ് ആൻഡ് കോൺഫറൻസിംഗ് വിത്ത് ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ എന്നുള്ളത് വേണ്ട. അത് രണ്ടാമത്തെ ഇടയിൽ നിന്ന് കയറി വന്നേക്കുന്നതാണ്. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അറ്റൻഡിംഗ് ഫിസിഷ്യൻ വരെ മതി. മനസ്സിലായോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് ഫിസിഷ്യന്റെ ഒപ്പീനിയൻ ആണ് റിഗാർഡിംഗ് പേഷ്യൻസ് കണ്ടീഷൻ. അത്രയും ആണെങ്കിലും ആവശ്യമുള്ളൂ നമുക്ക്, വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ അതർ ദാൻ ഒന്നും വേണ്ട, ഫിസിഷ്യൻ വരെ മതി. അതർ ദാനൊക്കെ തെറ്റായി പോയി കൊണ്ടേക്കുന്ന സെന്റൻസ് ആണ്. സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യന്റെ ഒരു ഒപ്പീനിയൻ, അഭിപ്രായമാണ്. ആരെ കുറിച്ച്? താൻ നോക്കുന്ന അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന രോഗിയെ കുറിച്ച്, രോഗിയുടെ കണ്ടീഷനെ കുറിച്ച്. അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അത്രേ ഉള്ളൂ. അത്രേ തന്നെ കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അടുത്തത് അനസ്തേഷ്യ റിപ്പോർട്ടാണ്. എന്തായിരിക്കും അനസ്തേഷ്യ റിപ്പോർട്ട്? നമുക്കറിയാം
if the patients have to undergo any kind of surgeries or procedures, they should be provided a small amount of anesthesia concentration. അല്ലെ, അതായത് ഒരു ചെറിയ എമൗണ്ട് എങ്കിലും അനസ്തേഷ്യാസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തുന്നു, സർജറി നടത്തുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊസീജിയർ. ഈവൺ അവർക്ക് നമ്മുടെ കാലൊക്കെ ഭയങ്കര വലിയ ആഴത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു മുറിവ് വന്നു, അപ്പൊ അതിൽ സ്റ്റിച്ച് ഇടണം, അപ്പൊ ഒരു ചെറുതായിട്ടൊന്ന് മയക്കണം അല്ലെ, അപ്പൊ ഒരു ചെറിയ അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ചില അനസ്തേഷ്യാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് പേഷ്യന്റിന്റെ കൺസെന്റ് ഒക്കെ വാങ്ങിക്കണം. അപ്പൊ അത് തീർച്ചയായിട്ടും അത് റിപ്പോർട്ടായിട്ട് വരും അല്ലെ, ഇന്ന അനസ്തേഷ്യ ആ രോഗിക്ക് കൊടുത്തു, ഇന്ന രീതിയിലാണ് സിസേറിയൻ നടക്കുമ്പോൾ ഇന്ന അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്തു, ആ അനസ്തേഷ്യയുടെ കൊടുത്ത സമയം ആൻഡ് വാട്ട് ഈസ് ദ ടൈം ഗിവൺ, ആ അനസ്തേഷ്യക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈം ഇത്ര സമയം കൊണ്ടാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്തു തീർക്കേണ്ടത്. ബിക്കോസ് അതിനുള്ള ടൈമേ ആ അനസ്തേഷ്യ പ്രവർത്തിക്കാറുള്ളൂ. ഓക്കെ, എന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അതെന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഏതില് അനസ്തേഷ്യ റിപ്പോർട്ടിൽ വരും. ഏത് അനസ്തേഷ്യ കൊടുത്തു, അത് എത്ര സമയത്തേക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ ഇഫക്റ്റ് എന്താണ്, ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അനസ്തെറ്റിക് റിപ്പോർട്ട്. അനസ്തേഷ്യയുടെ റിപ്പോർട്ടായിട്ട് അത് ഉൾപ്പെടുത്തണം. ഇനി അങ്ങനെ വരുമ്പോ ഈ എന്താ പറയാ, അക്കോർഡിംഗ് ടു ദാറ്റ് അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനസ്തെറ്റിക് ഏജന്റ് ആരാണ് അത് കൊടുക്കുന്നത്, അപ്പൊ അവരത് കൊടുക്കുക. എമൗണ്ട് എത്രത്തോളം എമൗണ്ട് ആണ് അവർ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആൻഡ് ഹൗ വാട്ട് ടെക്നിക് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദാറ്റ് അനസ്തേഷ്യ. അനസ്തേഷ്യ നടപ്പിലാക്കാനായിട്ട് ഇത് ടെക്നിക്കാണ് ഉപയോഗിച്ചത്, അതിന്റെ ഇഫക്റ്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് അനസ്തേഷ്യ. അനസ്തേഷ്യ എത്ര നേരത്തേക്ക് അത് ഇഫക്റ്റീവ് ആയിട്ട് നിലനിൽക്കും, ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ്, ബോഡി ബ്ലഡ് പ്രഷർ, അതുപോലെ പൾസ് റേറ്റ്, അതുപോലെ റെസ്പിറേഷൻ, ഇതെല്ലാം തന്നെ അതിന് മുമ്പ് അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് രേഖപ്പെടുത്തി വെക്കണം. അതൊക്കെ അനസ്തേഷ്യയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി വെക്കണം. ഇന്ന പേഷ്യന്റിന് അനസ്തേഷ്യ ഇത്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇത്ര സമയത്തേക്കുള്ള അനസ്തേഷ്യാണ്, ചിലപ്പോൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ 2 മണിക്കൂർ, അത്രയും നേരത്തേക്കുള്ളൂ. ആ സമയത്ത് അതിന്റെ ഒപ്പം തന്നെ ബോഡി എന്താ പറയാ ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, അതുപോലെ റെസ്പിറേറ്ററി, നമ്മുടെ റെസ്പിറേഷൻ ആ ഒരു ഗതി ഇതൊക്കെ മാറ്റി നോക്കണം. അതുപോലെ പൾസ് റേറ്റ്, ഇതൊക്കെ മോണിറ്റർ ചെയ്ത് രേഖപ്പെടുത്തി വെക്കണം അനസ്തേഷ്യ റിപ്പോർട്ടിൽ. ഇതൊക്കെ അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? അനസ്തേഷ്യ റിപ്പോർട്ട് മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്ന് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞത് 2-3 കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ പഠിക്കേണ്ടെന്നല്ല, അറിഞ്ഞിരിക്കണം, പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് എഴുതാൻ പറഞ്ഞു, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഫിസിഷ്യൻസ് ഓർഡർ എന്താണെന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ റേഡിയോളജി റിപ്പോർട്ട്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു, 3 എണ്ണമാണ് ഞാൻ മാർക്ക് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. ബാക്കിയെല്ലാം നന്നായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ല? ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വേഗം വായിക്കും. PDF നോട്ടൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടോ? PDF നോട്ട് PDF ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ ഫോണിൽ തന്നെയാണോ നോക്കി വായിക്കുന്നേ? അല്ല, കയ്യിൽ തന്നെ ഉണ്ട്. എല്ലാവരുടെയും കയ്യിലുണ്ടാവണം കേട്ടോ. നമ്മള് നോട്ട് കയ്യിൽ പിടിച്ച് പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ ഇടയ്ക്ക്, എന്തായാലും നമ്മളിത് പഠിച്ചിട്ട് മാത്രം അല്ലല്ലോ, നമുക്ക് ജോലിക്ക് കൂടി വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് മറിച്ചൊക്കെ നോക്കണം. നമുക്ക് എന്താ പറയാ, പിന്നീട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടാവാൻ ഇടവരരുത്. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ കയ്യിലുണ്ടാണ്. എന്താ പാത്തോളജിയാണ്, പാത്തോളജി ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട് രോഗത്തെ കുറിച്ച് ഉള്ള പഠനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആ പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ റിപ്പോർട്ട്. അപ്പൊ നമ്മുടെ രോഗത്തെ മീൻസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സർജറിയിലൂടെയോ മറ്റു പ്രൊസീജിയേഴ്സിലൂടെയോ എന്തെങ്കിലും ടിഷ്യൂസ് എക്സ്പെൽ ചെയ്ത് റിമൂവ് ചെയ്തിട്ട് പുറത്ത് വെച്ച് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി പഠനങ്ങൾ നടത്തി നമ്മുടെ എന്താ പറയാ എന്ത് രോഗമാണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി, പാത്തോളജിക്കൽ അനാലിസിസിന് വേണ്ടി, അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന അതൊക്കെ റിപ്പോർട്ടാക്കി വെക്കണം. അതാണ് പാത്തോളജി റിപ്പോർട്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞത് ബയോപ്സി ആണ്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ബയോപ്സിയുടെ റിപ്പോർട്ട് വരുന്നത്. മാം, ഈ കൺസൾട്ടേഷൻ റിപ്പോർട്ടിലെ അതർ ദാൻ ദ മാത്രല്ലേ വെട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇല്ലേ? ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ, അതൊക്കെ ഇല്ലേ? എന്താണെന്ന് പറഞ്ഞ അതർ ദാൻ എന്നുള്ളത് വേണ്ട. അതർ ദാൻ എന്നുള്ളത് വേണ്ട കേട്ടാ. അത് മാത്രല്ലേ വേണ്ടാത്തുള്ളൂ?
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു കഷ്ണം കൂടി വേണ്ടെന്ന് പറഞ്ഞിരുന്നു, അറ്റൻഡിങ് ഫിസിഷ്യൻ വരെ. അതായത് അതിന്റെ അർത്ഥം ഉത്തരേ ഉള്ളൂ. അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബോഡി എക്സാമിൻ ചെയ്തിട്ട് അറ്റൻഡിങ് ഫിസിഷ്യൻ ഇതൊക്കെ അറ്റൻഡിങ് ചെയ്തിട്ടാണ് ആളുടേതായ ഒരു ഒപ്പീനിയൻ എത്തുന്നത്, അഭിപ്രായത്തിലേക്ക് എത്തുന്നതെന്ന്. നമ്മളുടെ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തണം. ചിലപ്പോ അതുകൂടാതെ നമ്മളുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നേരത്തെ അവിടെ ഹോസ്പിറ്റലിൽ നേരത്തെ വന്ന ചാർട്ട് അവരുടെ മുമ്പിലേക്ക് എടുത്ത് വെച്ച് നോക്കി അതുമായിട്ടൊക്കെ നോക്കാം. ഇത് രണ്ടും കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഒരു കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ത് ചെയ്യുക, സ്വന്തം അഭിപ്രായ പ്രകാരം അറ്റൻഡിങ് ഫിസിഷ്യന്റെ ഒപ്പീനിയൻ പ്രകാരം അവര് ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ മീനിങ്. മാം ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോ ബയോപ്സിനെ കുറിച്ച് മാം പറഞ്ഞല്ല, ബയോപ്സി ടെസ്റ്റ് നടത്തുന്നത് ശരിക്കും കൂടുതലായിട്ട് ഇപ്പൊ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, അത് ശരിക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ബയോപ്സി കൂടുതലായിട്ട് നടത്തുന്നത്. ഓക്കെ. അപ്പൊ അതിന് മാത്രമാണോ ബയോപ്സി ടെസ്റ്റ് നടത്തുന്നത്? ക്യാൻസറിന് മാത്രമാണോ? അതെ, ബയോപ്സി ടെസ്റ്റ് നടത്തുന്നത് ക്യാൻസേഴ്സ് ആണോ ഉണ്ടോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വയറിലും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ചില അബ്നോർമൽ ഗ്രോത്ത്, അതായത് എന്താ പറയാ ട്യൂമേഴ്സ്, അതായത് മുഴകളൊക്കെ ഫോം ചെയ്യാറുണ്ട്, സിസ്റ്റ് പോലെയൊക്കെ. പക്ഷെ ഇതെല്ലാം തന്നെ ക്യാൻസറസ് ആണെന്ന് നിർബന്ധമില്ല, മനസ്സിലായോ? അത് ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള മുഴകളൊക്കെ ഫോം ചെയ്യാറുണ്ട് ശരീരത്തിൽ. ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പോലെയൊക്കെ വരാറുണ്ട്. അത് ചിലതൊക്കെ ഹാംഫുൾ ആയിരിക്കും. ഹാംഫുൾ ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ക്യാൻസേഴ്സിന്റെ ചിലപ്പോ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്താലാണ്, ബയോപ്സി ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഐഡന്റിഫൈ, അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു ക്യാൻസർ ആണ് എന്നുള്ളത്. അല്ലാത്തതാണെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം, അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും. അപ്പോ ഇപ്പൊ മറ്റേ MRI സ്കാൻ ഉണ്ടല്ലോ, അതും ഈ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയാ തന്നെയല്ലേ? അതും സെയിം തന്നെ അല്ലേ? അത് സ്കാനിങ് മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ഇത് ചിലപ്പോ സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയാലും ചിലപ്പോ അത് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. ഓക്കെ. അത് പുറത്തെടുത്ത് നോക്കിയിട്ട്, അതാണ് പറഞ്ഞേക്കണേ, എക്സ്പെൽഡ് ഓർ റിമൂവ്ഡ് ഫ്രം ദ പേഷ്യൻസ് ബോഡി. അതെ, ആ പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് അത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അപ്പൊ അത് ചിലപ്പോ പുറത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്ത് ചിലപ്പോ അവിടെ അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവില്ലായിരിക്കും, അത് പുറത്തേക്ക് കൊടുത്ത് ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് എന്നാൽ മാത്രം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ക്ലിയർ ആയോ? ഇവിടെ വരെ ഞാൻ മോർണിംഗ് സെഷനിലും എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്രേക്ക് ഇട്ട് നിന്നത്. അനസ്തേഷ്യ റിപ്പോർട്ട് വരെ നന്നായി വായിച്ചു നോക്കേണ്ട ചില ഭാഗങ്ങളാണ്. കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോ ആരെങ്കിലൊക്കെ ചോദിക്കുമല്ലോ, എന്തൊക്കെ റിപ്പോർട്ടുകളാണ് ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡാറ്റയിൽ പെടുന്നത്, അത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു കഷ്ണം, ഒരു സെന്റൻസ് എങ്കിലും നമുക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് വായിച്ചറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളതുണ്ട്, നന്നായി വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.